In this session, we are going to discuss anti-leprosy drugs. What is leprosy? This is a disease caused by Mycobacterium leprae. Mycobacterium leprae എന്ന് പറഞ്ഞാൽ ഒരു ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണ്. ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്നുള്ളത് ബാക്ടീരിയൻ്റെ ഒരു ക്ലാസ്സാണ്. സ്റ്റെയിനിങ്ങിനെ ബേസ് ചെയ്തിട്ട് ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷനുള്ള ഒരു ക്ലാസ്സാണ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്നുള്ളത്. മൈക്കോബാക്ടീരിയം ലെപ്രൈ ഇൻഫെക്ഷൻ കോമൺലി സ്കിന്നിനെയും മ്യൂക്കസ് മെംബ്രെയിനെയുമാണ് എഫക്റ്റ് ചെയ്യുക. ഇത് കൂടാതെ നെർവ്സിനെയും ഈ ബാക്ടീരിയ എഫക്റ്റ് ചെയ്യും. ലെപ്രസി എന്നുള്ളത് ഒരു ഗ്രാനുലോമാറ്റസ് ഡിസീസാണ്. ഗ്രാനുലോമ എന്നുള്ളത് ചില ഡിസീസുകൾ ഉണ്ടാവുമ്പോൾ ബോഡിയിൽ ഉണ്ടാവുന്ന സർട്ടൻ സ്ട്രക്ചേഴ്സാണ്. ലെപ്രസി ഉള്ളവരുടെ ബോഡിയിൽ ഈ ഗ്രാനുലോമാസ് കാണപ്പെടുന്നു. ഈ ഗ്രാനുലോമാസ് സ്കിന്നിനെയും നെർവ്സിനെയും എഫക്റ്റ് ചെയ്യും. ഇമ്മ്യൂൺ സെൽസിൻ്റെ ഒരു കളക്ഷനാണ് അവിടെ ഉണ്ടാവുക, എസ്പെഷ്യലി മാക്രോഫേജസിൻ്റെ. ഈ ഗ്രാനുലോമ എന്നുള്ളത് ബോഡീൻ്റെ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ഏരിയനെ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനായി ബോഡി ശ്രമിക്കുമ്പോഴാണ് ഈ ഗ്രാനുലോമാസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഗ്രാനുലോമാസ് വരുമ്പോഴത്തേക്കും ടിഷ്യൂ ഏരിയ തിക്കാവും. അവിടെ ചിലപ്പോൾ നോഡ്യൂൾസ് വരാം, അല്ലെങ്കിൽ അത് വൂൺസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയുള്ള കണ്ടീഷനാണ് ലെപ്രസിയിൽ ഉണ്ടാവുന്നത്. പറഞ്ഞു വന്നത് ലെപ്രസി ഈസ് എ ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസ്. കമ്മിങ് ടു ഡ്രഗ്സ്. ക്ലാസ് എ, സൾഫോൺസ്. എക്സാമ്പിൾസ് ആർ ഡാപ്സൺ, സൾഫോക്സോൺ സോഡിയം, അസിഡാപ്സൺ, തയസോൾ, ഗ്ലൂക്കോസൾഫോൺ, പ്രൊമാസെറ്റിൻ. ക്ലാസ് ബി, റിഫാംപിസിൻ. ക്ലാസ് സി, ക്ലോഫാസിമിൻ. ക്ലാസ് ഡി, മിസലേനിയസ് ഡ്രഗ്സ് വിച്ച് ഇൻക്ലൂഡ് എത്തിയോണമൈഡ്, പ്രൊത്തിയോണമൈഡ് ആൻഡ് താലിഡോമൈഡ്. ഫസ്റ്റ് ഡ്രഗ് ഡാപ്സൺ. എന്താണ് ഡാപ്സൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? ഡാപ്സൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ സൾഫോണമൈഡിൻ്റെ അതേ മെക്കാനിസം തന്നെയാണ്. എന്താണ് സൾഫോണമൈഡിൻ്റെ മെക്കാനിസം? സൾഫോണമൈഡ് ഡൈഹൈഡ്രോപ്റ്റെറോയേറ്റ് സിന്തേസ് എന്ന എൻസൈമിനെ ബ്ലോക്ക് ചെയ്യും. ഈ എൻസൈമാണ് ബാക്ടീരിയയിൽ ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ഉണ്ടാവാൻ സഹായിക്കുന്നത്. ഈ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്നത് കാരണം ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ഉണ്ടാവില്ല. ഡൈഹൈഡ്രോഫോളിക് ആസിഡ് എന്നുള്ളത് പ്യൂരിൻസും DNA ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയലാണ്. ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ഉണ്ടായില്ലെങ്കിൽ പ്യൂരിൻസും DNA ഒന്നും ഉണ്ടാവില്ല. ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഡാപ്സൺ ഒരു ബാക്ടീരിയോസ്റ്റാറ്റിക് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. ഡാപ്സൻ്റെ ഒരു പ്രശ്നം, ഡാപ്സൺ സിംഗിൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസത്തിന് ഡാപ്സനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡാപ്സൺ ഒരിക്കലും ഒറ്റയ്ക്ക് കൊടുക്കാറില്ല. പക്ഷേ റിഫാംപിസിൻ എന്നുള്ള മറ്റൊരു ഡ്രഗിൻ്റെ കൂടെ കോമ്പിനേഷൻ തെറാപ്പിക്കാണ് ഡാപ്സൺ യൂസ് ചെയ്യുന്നത്. ഡാപ്സൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്. ബോഡിയിലെ മിക്കവാറും ടിഷ്യൂസിലേക്ക് അതുപോലെ മിക്കവാറും ബോഡി ഫ്ലൂയിഡ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സ്കിന്നിലേക്ക്, മസിലിലേക്ക്, ലിവറിലേക്ക്, കിഡ്നിയിലേക്ക്. ഇതിൽ സ്കിന്നിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വേണ്ടതുമാണ്. കാരണം ലെപ്രസി എന്നുള്ളത് സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷനാണ്. സോ സ്കിന്നിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയാസിൽ വളരെ കൂടുതൽ സമയം സ്റ്റേ ചെയ്യാനുള്ള എബിലിറ്റി ഡാപ്സൺ ഉണ്ട്.
ആ ഏരിയാസിൽ 3 ആഴ്ച വരെ ഡാപ്സണ് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അതുപോലെ ഡാപ്സണിൻ്റെ മറ്റൊരു പ്രത്യേകത എൻറ്ററോ ഹെപ്പാറ്റിക് സർക്കുലേഷനാണ്. എൻറ്ററോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ ഒരു ഡ്രഗ് എലിമിനേറ്റ് ചെയ്ത് പുറത്തു പോകുന്ന വഴിയിൽ വീണ്ടും ബ്ലഡിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ലിവറിൽ നിന്ന് ഡ്യൂയോഡിനത്തിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഡ്രഗിൻ്റെ മെറ്റബോളൈറ്റ് ജജനം പാസ് ചെയ്ത് ഇലിയത്തിലെത്തുന്നു. ഇലിയത്തിലുള്ള മൈക്രോഫ്ലോറ ഡ്രഗിൻ്റെ മെറ്റബോളൈറ്റിനെ കൺവേർട്ട് ചെയ്ത് വീണ്ടും പ്യുവർ ഡ്രഗാക്കി മാറ്റുന്നു. ഈ പ്യുവർ ഡ്രഗ് ഇലിയത്തിൽ വെച്ച് അബ്സോർബ് ചെയ്ത് വീണ്ടും ബ്ലഡിലെത്തുന്നു. ഈ പ്രോസസ്സാണ് എൻറ്ററോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ. അപ്പോൾ ഇതൊരു സെക്കൻഡ് അബ്സോർപ്ഷനാണ്. ആക്ച്വലി ഫസ്റ്റ് അബ്സോർപ്ഷൻ കഴിഞ്ഞ് വീണ്ടും ഡ്യൂയോഡിനത്തിലേക്ക് മെറ്റബോളൈറ്റായി എത്തിച്ചേർന്ന ഡ്രഗിനെ ഇലിയത്തിൽ വെച്ച് ബോഡി വീണ്ടും ഒരു അബ്സോർപ്ഷന് വിധേയമാക്കുകയാണ്. ഇതൊരു സെക്കൻഡ് അബ്സോർപ്ഷനാണ്. ഈ എൻറ്ററോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ ഒരു സൈക്കിളാണ്. വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സൈക്കിളാണ്. സോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പല ഡ്രഗ്സിൻ്റെയും ബോഡിയിലുള്ള കോൺസെൻട്രേഷൻ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയി മാറും. ഡാപ്സൺ അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ എൻറ്ററോ ഹെപ്പാറ്റിക് സർക്കുലേഷനും ഉണ്ട്, അതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഏരിയയിൽ വളരെ നേരം സ്റ്റേ ചെയ്യാനുള്ള എബിലിറ്റിയും ഡാപ്സനുണ്ട്. സോ ഡാപ്സണിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഡോസ് ഇൻറ്ററപ്ഷൻ എന്നുള്ളത്. ഡോസ് ഇൻറ്ററപ്ഷൻ എന്ന് വച്ചാൽ കുറച്ച് ദിവസം ഡാപ്സൺ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കണം. ഈ ബ്രേക്കിൻ്റെ സമയത്ത് ബോഡിയിലുള്ള ഡാപ്സൺ ഒരു പരിധി വരെ കുറച്ച് കോൺസെൻട്രേഷനായി മാറും. എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കാനാണ് ഈ ബ്രേക്ക് എടുക്കുന്നത്. ഡാപ്സൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അസറ്റൈലേഷനാണ്. ലിവറിൽ വെച്ച് ഡാപ്സൺ അസറ്റൈലേറ്റ് ചെയ്ത് വേറെ മെറ്റബോളൈറ്റായി മാറും. ഡാപ്സൺ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത് കിഡ്നി വഴിയാണ്. ഡാപ്സൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് മെയിനായിട്ട് ലെപ്രസി ട്രീറ്റ് ചെയ്യാനാണ് ഡാപ്സൺ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞു, റിഫാംബസിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ തെറാപ്പിക്കാണ് ഡാപ്സൺ യൂസ് ചെയ്യുന്നത്. മറ്റൊരു യൂസ് മലേറിയ ആണ്. ക്ലോറോക്യൂൺ എന്ന് പറഞ്ഞാൽ മലേറിയക്ക് ഉപയോഗിക്കുന്ന ഒരു പോപ്പുലർ ഡ്രഗാണ്. പക്ഷേ ചില മലേറിയ ക്ലോറോക്യൂൺ വച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസസിനെ ക്ലോറോക്യൂൺ റെസിസ്റ്റൻറ്റ് മലേറിയ എന്നാണ് പറയുന്നത്. ക്ലോറോക്യൂൺ റെസിസ്റ്റൻറ്റ് മലേറിയ ട്രീറ്റ് ചെയ്യാൻ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രഗാണ് ഡാപ്സൺ. ഡാപ്സൺ പൈറിമെത്താമിൻ എന്ന് പറയുന്ന മറ്റൊരു ആൻറ്റി മലേറിയൽ ഡ്രഗിൻ്റെ കൂടെയാണ് മലേറിയ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്നത്. ഡാപ്സൻ്റെ ഡോസ് 50 to 100 milligram 5 days a week. അപ്പോൾ 5 days എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് 7 days കൊടുക്കുന്നില്ല? 5 days കഴിഞ്ഞ് 2 days ബ്രേക്ക് ടൈമാണ്. മൺഡേ ടു ഫ്രൈഡേ കഴിക്കുകയാണെങ്കിൽ സാറ്റർഡേയും സൺഡേയും ബ്രേക്ക് ടൈമാണ്. ഈ 2 daysനുള്ളിൽ ബോഡിയിൽ ഡാപ്സൻ്റെ കോൺസെൻട്രേഷൻ കുറയും. ആ ബ്രേക്ക് ടൈം കൊടുക്കുന്നത് ഡോസ് ഇൻറ്ററപ്ഷൻ എന്നുള്ള കാര്യത്തിനാണ്. നേരെ മറിച്ച് ബ്രേക്ക് കൊടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഡാപ്സൺ എടുക്കുമ്പോഴത്തേക്ക് ബോഡിയിൽ ഡാപ്സൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുകയും ഡാപ്സൻ്റെ ടോക്സിസിറ്റി ഉണ്ടാവുകയും ചെയ്യും. അഡ്വേഴ്സ് എഫക്റ്റ്. ഡാപ്സൻ്റെ മെയിൻ അഡ്വേഴ്സ് എഫക്ട്സ് 3 ഒന്ന് എരിത്തീമ നോഡോസം ലെപ്രോസം, 2 ഹീമോലൈസിസ് ഇൻ G6PD ഡെഫിഷ്യൻസി, 3 മെത്മോഗ്ലോബിനീമിയ. ഇതിൽ എരിത്തീമ നോഡോസം ലെപ്രോസം എന്നുള്ളത് ഡാപ്സൺ കഴിക്കുമ്പോൾ വരുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ്. സ്കിന്നിൻ്റെ അടിയിൽ നോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ടെൻഡർ ബംസ് ഡെവലപ്പ് ചെയ്യും. ഈ നോഡ്യൂൾസ് പെയിൻഫുൾ ആയിരിക്കും. ഈ ഒരു ക്യാരക്ടറിനെയാണ് എരിത്തീമ നോഡോസം ലെപ്രോസം എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് G6PD ഡെഫിഷ്യൻസി ഉണ്ടാവും. ഈ എൻസൈം റെഡ് ബ്ലഡ് സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ബ്ലഡിൽ റെഡ് ബ്ലഡ് സെൽസിനെ
ഡിസ്ട്രോയ് ചെയ്യുന്ന ഏതെങ്കിലും ഏജൻ്റ് എത്തിയാൽ RBCന് അങ്ങനെയുള്ള ഏജൻസിൻ്റെ അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ G6PD എൻസൈം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക് G6PD ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. ഇങ്ങനെ G6PD ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് ഡാപ്സൺ കൊടുത്തു കഴിയുമ്പോൾ ഹീമോലൈസിസ് ഉണ്ടാവും. അടുത്ത അഡ്വേഴ്സ് എഫക്റ്റ് മെത്മോഗ്ലോബിനീമിയ. ഹീമോഗ്ലോബിനിൽ അയൺ സാധാരണ ഫെറസ് ഫോമിലാണ് ഉണ്ടാവുക. എന്നാൽ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിൽ അയൺ ഫെറിക് ഫോമിലാവുന്ന ഒരു കണ്ടീഷനാണ് മെത്മോഗ്ലോബിനീമിയ. ഇത് കൂടാതെ ഡാപ്സൺ ഡ്രഗ് ഫീവർ ഉണ്ടാവും. ഡാപ്സൺ കഴിക്കുമ്പോൾ ടെമ്പറേച്ചർ എലവേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഡാപ്സൺ സ്കിൻ സെൻസിറ്റൈസേഷൻ ഉണ്ടാക്കും. സ്കിൻ സെൻസിറ്റൈസേഷൻ മറ്റു രീതിയിൽ പറഞ്ഞാൽ സ്കിൻ അലർജി. ഡാപ്സൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ്: ഡാപ്സൺ അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കരുത്. അഡ്വേഴ്സ് എഫക്റ്റിൽ പറഞ്ഞു ഡാപ്സൺ മെത്മോഗ്ലോബിനീമിയ ഉണ്ടാക്കുന്നുള്ളത്. അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഓൾറെഡി ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും. അതിൻ്റെ കൂടെ ഡാപ്സണും കൂടെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഹീമോഗ്ലോബിൻ മെത്മോഗ്ലോബിനായിട്ട് മാറും. അനീമിയ കുറച്ചും കൂടി സിവിയർ ആവും. ഡാപ്സൺ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് കൊടുക്കരുത്. ചില ആൾക്കാർക്ക് ഡാപ്സൺ കഴിക്കുമ്പോൾ അലർജി ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡാപ്സൺ കൊടുക്കരുത്. അടുത്ത ഡ്രഗ് സൾഫോക്സോൺ സോഡിയം. സൾഫോൺസ് എന്നുള്ള അതേ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ഡ്രഗാണ് സൾഫോക്സോൺ സോഡിയം. ഇത് ഡാപ്സൺ കഴിക്കുമ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വളരെ കൂടുതലായിട്ട് കാണുന്ന പേഷ്യൻസിന് മാത്രം കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. ഇതിൻ്റെ ഡോസ് 330 mg ഡെയിലി. ഡാപ്സൻ്റെ ക്ലാസ്സിൽ വരുന്ന അടുത്തൊരു ഡ്രഗാണ് അസിഡാപ്സോൺ. അസിഡാപ്സോൺ എന്നുള്ളത് ഒരു റെപ്പോസിറ്ററി ഫോമാണ്. ഡാപ്സൻ്റെ ഒരു ഡെറിവേറ്റീവാണ്. ഈ ഡെറിവേറ്റീവ് ഒരു റെപ്പോസിറ്ററി ഫോമാണ്. റെപ്പോസിറ്ററി എന്നുള്ളത് ഒരു റിസർവോയർ ഫോമാണെന്ന് മനസ്സിലാക്കുക. റിസർവോയർ എന്താ? ഒരു സ്റ്റോറേജ് ഫോം. സ്റ്റോറേജ് ഏരിയയിൽ നിന്ന് ഡാപ്സൺ മെല്ലെ മെല്ലെ റിലീസ് ചെയ്യും. ഇങ്ങനെ മെല്ലെ മെല്ലെ റിലീസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് ഡാപ്സൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ വളരെ കൂടുതലാണ്. ബോഡിയിലെ പല പാർട്ടിലേക്കും അസിഡാപ്സൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഡാപ്സൺ മെല്ലെ മെല്ലെ റിലീസ് ചെയ്യും. അവിടെ അസിഡാപ്സോണിൻ്റെ സ്റ്റേ കൂടുതലാണ്. ഈ സ്റ്റേ കൂടുന്നത് കാരണം വളരെ കൂടുതൽ കാലത്തേക്ക് ഡാപ്സൺ ആക്ട് ചെയ്യും. കൃത്യമായി പറഞ്ഞാൽ ഡാപ്സൻ്റെ ഒരു സിംഗിൾ ഡോസ് പേഷ്യൻറ്റിന് കൊടുക്കുകയാണ്. 300 mg ഉള്ള ഒരു സിംഗിൾ ഡോസ് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്താൽ ആക്ഷൻ 3 മാസം വരെ ഉണ്ടാവും. അസിഡാപ്സോണിൻ്റെ 300 mgയുടെ ഒരു സിംഗിൾ ഡോസ് കൊടുക്കുമ്പോഴത്തേക്ക് ആക്ഷൻ 3 മാസത്തേക്ക് നീണ്ടു നിൽക്കുന്നു. അതുകൊണ്ടാണ് അസിഡാപ്സോണ് ഡാപ്സൻ്റെ ഒരു റെപ്പോസിറ്ററി ഫോം അല്ലെങ്കിൽ റിസർവോയർ ഫോം ആണെന്ന് പറയുന്നത്. അടുത്ത ഡ്രഗ് റിഫാംപിസിൻ. ആൻറ്റി TB ഡ്രഗ്സിൽ കൂടി നമ്മൾ ഈ ഡ്രഗ് കാണുന്നുണ്ട്. റിഫാംപിസിൻ ഒരു ആൻറ്റി TB ഡ്രഗ് കൂടിയാണ്. മൈക്കോബാക്ടീരിയം ലെപ്രയ്ക്കെതിരെ വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് റിഫാംപിസിൻ. റിഫാംപിസിൻ എന്നുള്ളത് റിഫാമൈസിൻ എന്നുള്ള മറ്റൊരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡെറിവേറ്റീവ് ഫോമാണ്. ഈ റിഫാമൈസിൻ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് സ്ട്രെപ്റ്റോമൈസസ് മെഡിറ്ററേനി എന്നുള്ള ബാക്ടീരിയയിൽ നിന്നാണ്. റിഫാംപിസിൻ എന്നുള്ളത് ഒരു ഹെപ്പാറ്റിക് എൻസൈം ഇൻഡ്യൂസറാണ്. അതുകൊണ്ട് തന്നെ റിഫാംപിസിന് മറ്റു പല ഡ്രഗ്സുമായിട്ടും ഇൻ്ററാക്ഷൻ ഉണ്ട്. റിഫാംപിസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ
റിഫാംബസിൻ ഈസ് RNA പോളിമറേസ് ഇൻഹിബിറ്റർ. റിഫാംബസിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് ഓറലി കൊടുത്താൽ വളരെ നന്നായിട്ട് ബ്ലഡിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന ഡ്രഗാണ് റിഫാംബസിൻ. ടിഷ്യൂസിലേക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യും, സെൽസിലേക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യും. ഡിസ്ട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബോഡി ഫ്ലൂയിഡ്സിന് ഓറഞ്ച് കളർ ഇമ്പാർട്ട് ചെയ്യാനും റിഫാംബസിൻ കാരണമാവുന്നു. സലൈവ, യൂറിൻ, സ്പ്യൂട്ടം ഇതിനൊക്കെ ഓറഞ്ച് കളർ കൊടുക്കാൻ റിഫാംബസിൻ കാരണമാവുന്നു. ടിയേഴ്സിന് ഓറഞ്ച് കളർ ഉണ്ടാവാൻ റിഫാംബസിൻ കാരണമാവുന്നു. ഇതൊരു നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ പോയിൻ്റാണ്. പേഷ്യൻറ്റിനോട് പറയണം ഇത് ഡ്രഗിൻ്റെ കളറാണ്, ബ്ലഡ് അല്ല എന്നുള്ള കാര്യം പേഷ്യൻറ്റിന് നേരത്തെ ഇൻഫോം ചെയ്യണം. റിഫാംബസിൻ ലിവർ എൻസൈം ഇൻഡ്യൂസർ ആണ്. ലിവറിലെ മൈക്രോസോമൽ എൻസൈമിനെ ഇൻഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി റിഫാംബസിനുണ്ട്. മൈക്രോസോമൽ എൻസൈംസിൻ്റെ ആക്ടിവിറ്റി കൂട്ടാനുള്ള കപ്പാസിറ്റി റിഫാംബസിനുണ്ട്. റിഫാംബസിൻ ലിവറിൽ തന്നെയാണ് മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നത്. കിഡ്നി വഴി എക്സ്ക്രീഷൻ നടക്കും. അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് റിഫാംബസിൻ ആൻറ്റി TB ഡ്രഗ്സിൽ കൂടി നോക്കുക. റിഫാംബസിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് ജോണ്ടിസ്, ഫീവർ, റാഷസ്, നോസിയ ആൻഡ് വോമിറ്റിംഗ്. റിഫാംബസിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് ലെപ്രസി, ട്യൂബർകുലോസിസ്. റിഫാംബസിൻ മെനിഞ്ചൈറ്റിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. മെനിഞ്ചൈറ്റിസിൻ്റെ പ്രൊഫിലാക്സിസിനാണ് റിഫാംബസിൻ യൂസ് ചെയ്യുന്നത്. മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസിൻ്റെയും ഇൻഫ്ലുവൻസ മെനിഞ്ചൈറ്റിസിൻ്റെയും പ്രൊഫിലാക്സിസിനാണ് റിഫാംബസിൻ യൂസ് ചെയ്യുന്നത്. അടുത്ത തെറാപ്യൂട്ടിക് യൂസ് ഡോക്സിസൈക്ലിൻ പ്ലസ് റിഫാംബസിൻ. നമുക്കറിയാം ഡോക്സിസൈക്ലിൻ എന്നുള്ളത് ഒരു ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്കാണ്. അതിൻ്റെ കൂടെ റിഫാംബസിൻ യൂസ് ചെയ്യുന്നു ബ്രൂസെല്ലോസിസ് എന്നുള്ള അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന്. ബ്രൂസെല്ലോസിസ് എന്നുള്ളത് അനിമൽസിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് എത്തുന്ന ഒരു ഡിസീസാണ്. എസ്പെഷ്യലി അൺപാസ്ചറൈസ്ഡ് മിൽക്ക് കുടിക്കുന്നത് കാരണമാണ് ബ്രൂസെല്ലോസിസ് വരുന്നത്. അടുത്തത് റിഫാംബസിൻ്റെ ഡ്രഗ് ഇൻറ്ററാക്ഷൻ. റിഫാംബസിൻ ഒരു ലിവർ എൻസൈം ഇൻഡ്യൂസർ ആണെന്നുള്ളത് പലതവണ പറഞ്ഞതാണ്. റിഫാംബസിൻ ലിവറിലെ മൈക്രോസോമൽ എൻസൈമിനെ ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ മൈക്രോസോമൽ എൻസൈംസിൻ്റെ ആക്ടിവിറ്റി കൂട്ടും. അത് കാരണം മറ്റ് പല ഡ്രഗ്സിൻ്റെയും മെറ്റബോളിസം കൂടും. മറ്റ് ഡ്രഗ്സിൻ്റെ എക്സാമ്പിൾസാണ് തിയോഫിലിൻ, വാർഫാറിൻ, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഡിജിറ്റോക്സിൻ, കീറ്റോകോണസോൾ എക്സെട്ര. ഇങ്ങനെയുള്ള ഡ്രഗ്സിൻ്റെ മെറ്റബോളിസം കൂടുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഡ്രഗ്സിൻ്റെ ആക്ടിവിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ഡ്രഗ്സിൻ്റെയൊക്കെ ഡോസ് ഇത്തിരി കൂട്ടി കൊടുക്കുന്നത് ആവശ്യമായിട്ട് വരും ചില കേസിലെങ്കിലും. അടുത്ത ഡ്രഗ് എത്തിയോണമൈഡ് ആൻഡ് പ്രൊത്തിയോണമൈഡ്. രണ്ടും ബാക്ടീരിയസൈഡൽ ഏജൻസ് ആണ്. ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. എത്തിയോണമൈഡിൻ്റെയും പ്രൊത്തിയോണമൈഡിൻ്റെയും യൂസസ് ഇത് ജനറലി മൾട്ടിബാസിലറി ലെപ്രസിയിലാണ് ക്ലോഫാസിമിൻ കൊടുക്കുക. പക്ഷേ ചില ആൾക്കാർക്ക് ക്ലോഫാസിമിൻ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡ്രഗാണ് എത്തിയോണമൈഡ് അല്ലെങ്കിൽ പ്രൊത്തിയോണമൈഡ്. മൾട്ടിബാസിലറി ലെപ്രസി എന്നുള്ളത് ലെപ്രസീൻ്റെ കുറച്ചുകൂടെ സീരിയസ് ഫോമാണ്. സ്കിന്നിലുണ്ടാവുന്ന പാച്ചസ് വളരെ കൂടുതലായിരിക്കും. പല പല സ്ഥലങ്ങളിൽ പാച്ചസ് ഉണ്ടാവും. അടുത്ത ഡ്രഗ് ക്ലോഫാസിമിൻ. ക്ലോഫാസിമിൻ ഒരു ആൻറ്റി ലെപ്രറ്റിക് ഡ്രഗാണ്. ക്ലോഫാസിമിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടിയുണ്ട്. ബോഡിയുടെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനുള്ള എബിലിറ്റി കൂടി ക്ലോഫാസിമിനുണ്ട്. ഈ ഡ്രഗ് ഫിനോതയസിൻ എന്ന് പറഞ്ഞ കെമിക്കൽ ഗ്രൂപ്പിൽ പെടുന്ന ഡ്രഗാണ്. ആക്ച്വലി ഫിനോതയസിൻ ഡൈ ആണ് ക്ലോഫാസിമിൻ. ക്ലോഫാസിമിന് വീക്ക് ബാക്ടീരിയസിഡൽ പ്രോപ്പർട്ടിയാണ് ഉള്ളത്.
ക്ലോഫാക്സിമിൻ്റെ മെക്കാനിസം, ക്ലോഫാക്സിമിൻ ബാക്ടീരിയൽ DNA ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ബാക്ടീരിയൽ DNA റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ DNA കോപ്പിയിങ് പ്രോസസ്സ്, ഒരു DNA-യിൽ നിന്ന് മറ്റൊരു DNA ഉണ്ടാവുന്ന കോപ്പിയിങ് പ്രോസസ്സ് ക്ലോഫാക്സിമിൻ ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ബാക്ടീരിയൽ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യപ്പെടും ആൻഡ് ബാക്ടീരിയൽ സെൽ ഡെത്ത് ഉണ്ടാവും. നേരത്തെ പറഞ്ഞു ക്ലോഫാക്സിമിൻ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയുള്ള ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ ക്ലോഫാക്സിമിൻ കഴിക്കുമ്പോൾ എരിത്തീമ നോഡോസം ലെപ്രോസം എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവില്ല. മുമ്പത്തെ ഒരു സ്ലൈഡിൽ പറഞ്ഞിരുന്നു, ഡാപ്സൺ എന്ന് പറഞ്ഞ മറ്റൊരു ഡ്രഗ് അത് കഴിക്കുമ്പോൾ എരിത്തീമ നോഡോസം ലെപ്രോസം എന്നുള്ള കണ്ടീഷൻ വരും. ഇത് ബോഡി കാണിക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സാണ്. ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് കാരണം സ്കിന്നിന് പുറത്ത് ബൾജസ് അല്ലെങ്കിൽ ബംസ് അല്ലെങ്കിൽ നോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യും. ഈ നോഡ്യൂൾസ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള നോഡ്യൂൾസാണ്. ഇത് ഇൻഫ്ലമേഷൻ കാരണം വരുന്നതാണ്. പക്ഷേ ക്ലോഫാക്സിമിൻ കഴിക്കുമ്പോൾ ക്ലോഫാക്സിമിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇത്തരം ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉണ്ടാവില്ല. ഡാപ്സൺ കഴിച്ചാൽ എരിത്തീമ നോഡോസം ലെപ്രോസം ഉണ്ടാവും. നേരെ മറിച്ച് ക്ലോഫാക്സിമിൻ കഴിക്കുന്ന ഒരു പേഷ്യൻറ്റിന് എരിത്തീമ നോഡോസം ലെപ്രോസം ഉണ്ടാവില്ല. ക്ലോഫാക്സിമിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്, ക്ലോഫാക്സിമിൻ്റെ ഹാഫ് ലൈഫ് വളരെ കൂടുതലാണ്, 2 months. ഇതിന് കാരണം ക്ലോഫാക്സിമിൻ ബോഡിയിൽ ത്രൂ ഔട്ടായിട്ട് വളരെ വേഗം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. മറ്റൊരു പ്രത്യേകത, ക്ലോഫാക്സിമിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സെൽസിൽ സ്റ്റേ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സെൽസ് മീൻസ് നമ്മുടെ ഡെഡ് സെൽസിനെയും ഫോറിൻ ബോഡീസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസാണ്, ഇൻഫ്ലമേറ്ററി സെൽസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫ്ലമേറ്ററി സെൽസിനകത്ത് ക്ലോഫാക്സിമിൻ പോയി അവിടെ സ്റ്റേ ചെയ്യും. അവിടെ നിന്ന് മെല്ലെ 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 റിലീസ് ചെയ്യും. ഇങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് കാരണം റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സെൽസിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അത് കാരണം ക്ലോഫാക്സിമിൻ്റെ ഹാഫ് ലൈഫും കൂടുതലാണ്. അടുത്ത ഡ്രഗ് താലിഡോമൈഡ്. ഓർക്കുക, താലിഡോമൈഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു ഡ്രഗ് അല്ല. ആക്ച്വലി 1957 ഒരു സെഡേറ്റീവായിട്ടുള്ള ഉറക്കം ഉണ്ടാക്കാനുള്ള ഒരു ഡ്രഗായിട്ടാണ് താലിഡോമൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം അതിന് ലെപ്രസീൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പ്രഗ്നൻ്റ് ലേഡീസ് താലിഡോമൈഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഫോക്കോമെലിയ എന്നുള്ള കണ്ടീഷൻ വരും. ഫോക്കോമെലിയ എന്ന് വെച്ചാൽ മാൽഫോർമേഷൻ ഓഫ് ആംസ് ആൻഡ് ലെഗ്സ്. കൃത്യമായി കൈകാലുകൾ ഫോം ചെയ്യാത്ത കുട്ടികൾ ജനിക്കും. ഒരു ടെറാറ്റോജനിക് ഡ്രഗാണ്. ടെറാറ്റോജനിക് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് മദറിന് താലിഡോമൈഡ് കൊടുത്താൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ഡ്രഗ്സിനെയാണ് ടെറാറ്റോജനിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടെറാറ്റോജനിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് കൊണ്ട് താലിഡോമൈഡ് മാർക്കറ്റിൽ നിന്നേ വിഡ്രോ ചെയ്യപ്പെട്ടു. താലിഡോമൈഡിൻ്റെ യൂസ് അന്നത്തെ കാലത്ത് അത് എരിത്തീമ നോഡോസം ലെപ്രോസം എന്നുള്ള കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്തിരുന്നത്. WHO റെക്കമെൻഡേഷൻസ്. WHO ലെപ്രസിയുടെ ട്രീറ്റ്മെൻറ്റിന് ചില സജഷൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി പറയുന്ന രീതിയിലായിരിക്കണം ലെപ്രസിയുടെ ട്രീറ്റ്മെൻറ്റ് എന്നാണ് WHO പറയുന്നത്. WHO പാറ്റേൺ പ്രകാരം ലെപ്രസിയുള്ള ഒരു പേഷ്യൻറ്റിന് ഡാപ്സൺ 100 mg ഡെയിലി കൊടുത്തുകൊണ്ടേയിരിക്കണം. റിഫാംബസിൻ 600 mg വൺസ് എ മന്ത് കൊടുക്കണം. ഇത് സൂപ്പർവിഷനിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതായത്
ഒരു ഹെൽത്ത് കെയർ വർക്കർ അവരുടെ മുൻപിൽ വച്ച് തന്നെ റിഫാംബസിൻ പേഷ്യൻറ്റിനെ കൊണ്ട് കഴിപ്പിക്കണം. മന്ത്ലി ഒരു തവണ മാത്രമേ ഈ ഡോസ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സൂപ്പർവിഷനിൽ കൊടുക്കണം എന്നുള്ളത് WHO നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഡെയിലി കഴിക്കുന്ന ഡോസ് പേഷ്യൻ്റ് സ്വയം കഴിച്ചാൽ മതിയാവും. പക്ഷേ മന്ത്ലി ഒരു തവണ മാത്രം കഴിക്കുന്ന റിഫാംബസിൻ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ തന്നെ പേഷ്യൻറ്റിനെ കൊണ്ട് കഴിപ്പിക്കണം. ഇനിയുള്ള ഡ്രഗ് ക്ലൊഫാസിമിനാണ്. ക്ലൊഫാസിമിനും ഇതുപോലെ മന്ത്ലി ഒരു തവണ മാത്രം കഴിക്കേണ്ട ഒരു ഡോസ് ഉണ്ട്. ആ ഡോസ് 300 mg ആണ്. മന്ത്ലി ഒരു തവണ 300 mg കൊടുക്കുന്നത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയിരിക്കണം. അവരുടെ സൂപ്പർവിഷനിൽ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പേഷ്യൻറ്റിനെ കൊണ്ട് ക്ലൊഫാസിമിൻ 300 mg കഴിപ്പിക്കണം. ക്ലൊഫാസിമിൻ മന്ത്ലി ഡോസ് മാത്രമല്ല, ഡെയിലിയും കഴിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഡോസ് 50 mg ആണ്. ഡെയിലി കഴിക്കുന്ന ക്ലൊഫാസിമിൻ പേഷ്യൻറ്റിന് സ്വയം കഴിക്കാവുന്നതാണ്. അവിടെ സൂപ്പർവിഷൻ ആവശ്യമില്ല. ക്ലൊഫാസിമിൻ കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാവും. ഒന്നുകിൽ പേഷ്യൻ്റ് ക്ലൊഫാസിമിനോട് അലർജിക് ആയിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ക്ലൊഫാസിമിൻ കഴിക്കുമ്പോൾ സിവിയർ എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാവുന്നു. ഇത്തരം കേസസിൽ ക്ലൊഫാസിമിൻ അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരം കൊടുക്കുന്ന ഡ്രഗ്സാണ് എത്തിയോണമൈഡ് ആൻഡ് പ്രൊത്തിയോണമൈഡ്. എത്തിയോണമൈഡ് ആൻഡ് പ്രൊത്തിയോണമൈഡ് ക്ലൊഫാസിമിൻ കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസിന് ചൂസ് ചെയ്യേണ്ട ഡ്രഗ്സാണ്. അതിൻ്റെ ഡോസ് 250 to 375 mg ആണ്. ഡെയിലി കഴിക്കണം. അതും സെൽഫ് അഡ്മിനിസ്ട്രേഷൻ മതിയാവും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ആൻറ്റി ലെപ്രസി ഡ്രഗ്സ് ആണ്. അതിൽ ഒന്നാമത്തെ ഡ്രഗ് ഡാപ്സൺ ആണ്. ഡാപ്സൺ കഴിക്കുന്ന ഒരു പേഷ്യൻ്റ് ചെയ്യേണ്ട ലാബ് ടെസ്റ്റുകൾ ഇനി പറയുന്നവയാണ്. CBC, അതർവൈസ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ഡാപ്സൺ തെറാപ്പി തുടങ്ങുന്നതിന് മുമ്പായിട്ട് പേഷ്യൻറ്റിനെ കൊണ്ട് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യിപ്പിക്കണം. നമുക്കതിനെ ബേസ് ലൈൻ CBC എന്ന് പറയാം. പിന്നീട് ഡാപ്സൺ കഴിച്ചു തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ ഒരു മാസം എല്ലാ ആഴ്ചയും ഒരു പ്രാവശ്യം വീതം കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ആദ്യത്തെ മാസം കഴിഞ്ഞു, പിന്നീട് അങ്ങോട്ട് 6 മാസം വരെ മാസത്തിൽ ഒരു തവണ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കണം. ഇതിൻ്റെ ലോജിക്ക് ഡാപ്സൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡാപ്സൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് അനീമിയാണ്. ഇത് G6PD ഡെഫിഷ്യൻസി ഉള്ളവർക്ക് എന്തായാലും ഉണ്ടാവും. സോ അനീമിയ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നറിയാനാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യേണ്ടത്. ഡാപ്സൺ ലോങ് ടേമിൽ കഴിക്കേണ്ടി വരുന്ന ഒരു ഡ്രഗാണ്. ഇങ്ങനെ ലോങ് ടേമിൽ ഡാപ്സൺ കഴിക്കുമ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരു പ്രശ്നം ഡാപ്സൻ്റെ ബിൽഡപ്പ് ബോഡിയിലുണ്ടാവും. അതായത് ബോഡിയിൽ ഡാപ്സൻ്റെ ബ്ലഡ് ലെവൽ കൂടി വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് കാരണം നേരത്തെ ഡാപ്സൻ്റെ ഫാർമക്കോളജിയിൽ പറഞ്ഞിരുന്നു. ഡാപ്സൺ എൻറ്ററോ ഹെപ്പാറ്റിക് സർക്കുലേഷന് വിധേയമാവുന്ന ഒരു ഡ്രഗാണ്. എൻറ്ററോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്താണെന്ന് അറിയാലോ. ഇൻറ്റസ്റ്റൈൻ വഴി ഒരു ഡ്രഗ് എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഇലിയത്തിൽ വെച്ചിട്ട് ആ ഡ്രഗിനെ വീണ്ടും ബോഡി വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. നമുക്കറിയാം, ഡ്രഗ് ബൈൽ വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻറ്റസ്റ്റൈൻ വഴി ഫീസിസ് വഴി പുറത്തേക്ക് പോകേണ്ടതാണ്. പക്ഷേ ബൈൽ വഴി അങ്ങനെ എക്സ്ക്രീഷൻ നടക്കുമ്പോൾ ഫീസിസിൽ കൂടി പുറത്തു പോകുന്നതിന് പകരം ഡ്രഗിൻ്റെ ഒരു ഭാഗം ഇലിയത്തിൽ വെച്ച് തിരിച്ച് വലിച്ചെടുക്കപ്പെടും. എല്ലാ ഡ്രഗ്സിനും
ഈ പ്രോപ്പർട്ടി ഇല്ല. ചില ഡ്രഗ്സാണ് ഇങ്ങനെ എൻട്രോഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്ന പ്രോസസ്സ് വഴി വലിച്ചെടുക്കപ്പെടുന്നത്. അതിൽ ഒരു ഡ്രഗാണ് ഡാപ്സൺ. ഡാപ്സൻ്റെ ഈ പ്രോപ്പർട്ടി കാരണമാണ് ഡാപ്സൺ ബോഡിയിൽ വളരെ അധിക നേരം സ്റ്റേ ചെയ്യുന്നത്. ഇങ്ങനെ കൂടുതൽ നേരം ബോഡിയിൽ സ്റ്റേ ചെയ്യുന്ന ഒരു ഡ്രഗ് ആയതുകൊണ്ട് ഡാപ്സൻ്റെ കോൺസെൻട്രേഷൻ ബോഡിയിൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരും. എസ്പെഷ്യലി ഡാപ്സൺ കൂടുതൽ നാൾ കഴിക്കുമ്പോൾ ഡാപ്സൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ അനുവദിച്ചതിലും അധികം ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നോർമൽ ലെവലിനെക്കാട്ടും കൂടുതൽ ഡാപ്സൻ്റെ ബ്ലഡ് ലെവൽ പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഡാപ്സൻ്റെ ബ്ലഡ് ലെവൽ പീരിയോഡിക്കലി ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇനി പേഷ്യൻ്റ് പറയുകയാണ്, എനിക്ക് വളരെ ക്ഷീണം അനുഭവപ്പെടുന്നു. നമുക്കതിനെ മെലൈസ് എന്ന് വിളിക്കാം. പേഷ്യൻ്റ് പറയുകയാണ്, എനിക്ക് ഇടയ്ക്ക് പനി വരാറുണ്ട്, എനിക്ക് ചെറിയ വിറയൽ വരാറുണ്ട്, വിശപ്പ് കുറവാണ് അഥവാ അനോറെക്സിയ ഉണ്ട്. ഇത്തരം കംപ്ലയിൻസ് ഒക്കെ പേഷ്യൻ്റ് പറയുന്നുണ്ട് എങ്കിൽ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റിന് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അനീമിയ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. അനീമിയ എത്രത്തോളം സിവിയർ ആണ് എന്നുള്ളത് ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി മനസ്സിലാക്കാം. ഏതാണ്ട് എല്ലാ പേഷ്യൻസിനും ഹീമോലൈസിസ് ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി G6PD ഡെഫിഷ്യൻസി ഉള്ളവർക്കാണെങ്കിൽ എന്തായാലും ഹീമോലൈസിസ് ഉണ്ടാവും. സോ ഇതിൻ്റെ ലെവൽ എത്രത്തോളം പോകുന്നുണ്ട് എന്നറിയാൻ ബ്ലഡിൽ RBC കൗണ്ട് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ലെവലൊക്കെ നോക്കാവുന്നതാണ്. ഇനി ഡാപ്സൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഡ്രഗ് ഫീവറാണ്. ഡാപ്സൺ കഴിക്കുന്ന ചില ആൾക്കാർക്ക് കൂടെ പനി വരാറുണ്ട്. എസ്പെഷ്യലി കഴിച്ചു തുടങ്ങി ആദ്യത്തെ ഏതാനും ആഴ്ചകളിലാണ് പനി കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ ടെമ്പറേച്ചർ മോണിറ്ററിങ് വേണ്ടിവരും. ഇനി പനി വളരെ കൂടുതലും വളരെ ഫ്രീക്വൻറ്റും ആണെങ്കിൽ അത് ഡ്രഗിനോടുള്ള അലർജി ആണോ എന്നുള്ളത് പരിശോധിക്കണം. ബിക്കോസ് ലെപ്രസി ഉള്ളവർ ചില ഡ്രഗ്സ് കഴിക്കുമ്പോൾ അവർക്ക് ലെപ്രസിയുടെ നോർമൽ കണ്ടീഷൻ കുറച്ചുകൂടി സിവിയർ ആവാറുണ്ട്. ഇത് ബോഡി കാണിക്കുന്ന ഒരു റിയാക്ഷണൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഡാപ്സൺ കഴിക്കുന്നത് കൊണ്ടുള്ള റിയാക്ഷൻ ആണോ ഈ ഫീവറിന് കാരണമെന്ന് മനസ്സിലാക്കണം. ലെപ്രസിയുടെ റിയാക്ഷണൽ സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഡാപ്സൺ നിർത്തി പകരം മറ്റ് ഡ്രഗ്സിലേക്ക് പോകേണ്ടി വരും. ഡാപ്സൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ചില ആൾക്കാർക്ക് എരിത്തീമ നോഡോസം ലെപ്രോസം ഡെവലപ്പ് ചെയ്യാറുണ്ട്. സ്കിന്നിനുണ്ടാവുന്ന നോഡ്യൂൾസാണ് ഇത്. ഡാപ്സൺ കഴിക്കുമ്പോൾ ഇത്തരം അഡ്വേഴ്സ് എഫക്റ്റ് വരുമ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് ഫീവർ ഉണ്ടാവാം. സോ ഇത്തരം റിയാക്ഷണൽ സ്റ്റേറ്റ് കാരണമല്ല പനി വരുന്നത് എന്ന് ഉറപ്പാക്കണം. ഇനി അങ്ങനെയാണ് എങ്കിൽ ഡാപ്സൺ ഒഴിവാക്കേണ്ടി വരാറുണ്ട്. ഡാപ്സൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്റ്റാണ് മെത്മോഗ്ലോബിനീമിയ. നമുക്കറിയാം ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ആണ് നോർമലി വേണ്ടത്. ഹീമോഗ്ലോബിന് പകരം ബ്ലഡിൽ മെത്മോഗ്ലോബിൻ്റെ പ്രസൻസ് കൂടുമ്പോൾ അതിനെ മെത്മോഗ്ലോബിനീമിയ എന്ന് വിളിക്കും. എന്താണ് ഹീമോഗ്ലോബിനും മെത്മോഗ്ലോബിനും തമ്മിലുള്ള വ്യത്യാസം? ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിൽ അയൺ ഉണ്ട്. ഈ അയൺ ഫെറസ് ഫോമിലാണ്. പക്ഷേ മെത്മോഗ്ലോബിൻ ആണെങ്കിൽ അയൺ ഫെറിക് ഫോമിലായിരിക്കും. ഈ മെത്മോഗ്ലോബിന് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ മെത്മോഗ്ലോബിനീമിയ ഡെവലപ്പ് ചെയ്യുമ്പോൾ ടിഷ്യൂസിന് അഡിക്വേറ്റ് ഓക്സിജൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ പുറത്തൊക്കെ ഒരു സൈനോട്ടിക് അപ്പിയറൻസ് ഉണ്ടാവും. സ്കിന്നിൻ്റെ കളറിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും. ഒരു ബ്ലൂവിഷ് കളർ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ സൈനോട്ടിക് അപ്പിയറൻസ് ഉണ്ടെങ്കിൽ അത് ഫിസിഷ്യനെ അറിയിക്കേണ്ടതാണ്.
ഫിസിഷ്യൻ്റെ അനുവാദമില്ലാതെ ഡാപ്സൺ കഴിക്കുമ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യരുത് എന്ന് പേഷ്യൻറ്റിനോട് പറയുക. ഇനി ക്ലൊഫാസിമിൻ കഴിക്കുമ്പോഴുള്ള ചില അഡ്വൈസസ് ആണ്. ക്ലൊഫാസിമിൻ കഴിക്കുമ്പോൾ സ്കിന്ന്, കോർണിയ, കഞ്ചക്റ്റീവ, ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ടിയേഴ്സ്, സ്വെറ്റ്, സ്പ്യൂട്ടം, യൂറിൻ, ഫീസിസ്, ഇവിടങ്ങളിലൊക്കെ ഒരു റെഡിഷ് ബ്രൗൺ ഡിസ്കളറേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇത് പേഷ്യൻറ്റിനെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം. ഇനി ഈ സ്കിൻ ഡിസ്കളറേഷനൊക്കെ നമ്മൾ തെറാപ്പി കഴിഞ്ഞതിന് ശേഷവും കുറേ കാലം കൂടി നിലനിൽക്കാൻ ചാൻസ് ഉണ്ട്. വളരെ സമയമെടുത്തിട്ട് മാത്രമേ അത് മാറി നോർമൽ കളറിലേക്ക് വരുള്ളൂ. ഇക്കാര്യവും പേഷ്യൻറ്റിനെ അറിയിക്കുക. ഇനിയുള്ളത് റിഫാംപിസിൻ്റെ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ പോയിൻറ്റ്സ് ആണ്. ട്യൂബർക്കുലോസിസ് എന്ന ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് റിഫാംപിസിൻ്റെ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അത് റെഫർ ചെയ്യുക. റിഫാംപിസിൻ വളരെ പ്രധാനപ്പെട്ടൊരു ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ പോയിൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ആൻറ്റി ലെപ്രസി ഡ്രഗ്സ്.